ഞാൻ നിങ്ങളുമായിട്ട് ഇന്നത്തെ ഈ പ്രഭാതത്തിൽ പങ്കുവയ്ക്കുവാൻ ദൈവകൃപയിൽ ആശ്രയിക്കുന്ന തിരുവചനം സുവിശേഷങ്ങളിലെ ഏറ്റവും ദീർഘമായ സംഭാഷണമാണ്. 4 സുവിശേഷങ്ങളിൽ പറഞ്ഞിരിക്കുന്ന ഏറ്റവും ദീർഘമായിരിക്കുന്ന സംഭാഷണം. ഇറ്റ്സ് എ ലോങ് കോൺവെർസേഷൻ. യോഹന്നാന്റെ സുവിശേഷം വിശുദ്ധ ബൈബിളിലെ ഏറ്റവും ചെറിയ വാക്യം. ദാറ്റ് ഈസ് ദ ഷോർട്ടസ്റ്റ് ആൻഡ് ദ ഡീപ്പസ്റ്റ് വേർഡ്സ് ഇൻ ദ ബൈബിൾ. So let's turn our attention to the shortest and the deepest Bible verse in the Bible. യോഹന്നാന്റെ സുവിശേഷം 11-ാമത്തെ അധ്യായം അതിൻ്റെ 35-ാമത്തെ വാക്യം. യേശു കണ്ണുനീർ വാർത്തു. ജീസസ് wept. നീ മതി എന്നേശുവേ, ഈ മരുഭൂയാത്രയിൽ കൂടെ നടന്നിടുവാൻ, കണ്ണീർ തുടച്ചിടുവാൻ, കൂടെ നടന്നിടുവാൻ, കണ്ണീർ തുടച്ചിടുവാൻ, നീ അല്ലാതാരുമില്ലീ നീറുന്ന ശോധനയിൽ, നീ അല്ലാതാരുമില്ലീ നീറുന്ന ശോധനയിൽ, താങ്ങിടുവാൻ പ്രിയനേ, തള്ളരുതേഴയെന്നേ, താങ്ങിടുവാൻ പ്രിയനേ, തള്ളരുതേഴയെന്നേ, നീ മതി എന്നേശുവേ, ഈ മരുഭൂയാത്രയിൽ കൂടെ നടന്നിടുവാൻ, കണ്ണീർ തുടച്ചിടുവാൻ, കൂടെ നടന്നിടുവാൻ, കണ്ണീർ തുടച്ചിടുവാൻ, കൂടെ നടന്നിടുവാൻ, കണ്ണീർ തുടച്ചിടുവാൻ, കൂടെ നടന്നിടുവാൻ, കണ്ണീർ തുടച്ചിടുവാൻ, ഓ കൂടെ നടന്നിടുവാൻ, കണ്ണീർ തുടച്ചിടുവാൻ. വിശുദ്ധ ബൈബിളിലെ ഏറ്റവും ചെറിയ വാക്യം. യേശു കണ്ണുനീർ വാർത്തു. വിശുദ്ധ ബൈബിളിലെ 4-ാമത്തെ ദിവസം നടന്ന അനുഗ്രഹീതമായിരിക്കുന്ന ഒരു അത്ഭുതത്തിൻ്റെ വിവരണം രേഖപ്പെടുത്തിയിരിക്കുന്ന അധ്യായമാണ് 11-ാമത്തെ അധ്യായം. ഇവിടെ ഇരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും ഒരു പ്രാവശ്യമെങ്കിലും കേട്ടിട്ടുള്ള അനുഗ്രഹീതമായിരിക്കുന്ന ഒരു സംഭവത്തിൻ്റെ വിവരണമാണ് ഈ അധ്യായത്തിൽ കാണാൻ കഴിയുന്നത്. കഴിഞ്ഞ നാളുകളിൽ നിങ്ങളുടെ മധ്യത്തിൽ ഞാൻ ശുശ്രൂഷയ്ക്കായിട്ട് വന്ന സന്ദർഭത്തിൽ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ നിന്നാണ് നിങ്ങളോട് പങ്കുവെച്ചത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. യോഹന്നാൻ്റെ സുവിശേഷത്തിൻ്റെ പരമപ്രധാനമായിരിക്കുന്ന ഉദ്ദേശം ഞാൻ അന്ന് നിങ്ങളോട് പങ്കുവെച്ചതാണ്. 20-ാമത്തെ അധ്യായത്തിൻ്റെ 30-31 വാക്യങ്ങളാണ്. യേശു ദൈവപുത്രനായ ക്രിസ്തു എന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ടതിനും വിശ്വസിച്ചിട്ട് അവൻ്റെ നാമത്തിൽ ജീവൻ പ്രാപിക്കേണ്ടതിനും ഇതെഴുതിയിരിക്കുന്നു. അപ്പോൾ യോഹന്നാൻ്റെ സുവിശേഷത്തിൻ്റെ 21 അധ്യായങ്ങൾ
യോഹന്നാൻ രേഖപ്പെടുത്തിയിരിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം, യേശു ദൈവപുത്രനായ ക്രിസ്തു എന്ന് യു ഹാവ് ടു ബിലീവ് ആൻഡ് ഗെറ്റ് ദ ലൈഫ്. നിങ്ങൾ വിശ്വസിച്ചിട്ട് ജീവൻ പ്രാപിക്കാൻ വേണ്ടിയാണ് അത് എഴുതിയിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇന്ന് രാവിലെ വിശ്വസിക്കുന്ന പ്രിയപ്പെട്ടവരുടെ മേൽ ജീവൻ്റെ ശക്തി വ്യാപരിക്കുമെന്ന് കരുതുകയും അനുഭവിക്കുകയും ചെയ്യുന്ന ദൈവമക്കൾക്കായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അപ്പോൾ അതാണ് ഇതിൻ്റെ പർപ്പസ്. യോഹന്നാന്റെ സുവിശേഷത്തെ വി ക്യാൻ ഡിവൈഡ് ദിസ് ഗോസ്പൽ ഇൻടു 2 സെഷൻസ്. The first 12 chapters are called chapters of signs. അടയാളങ്ങളുടെ അധ്യായം എന്നാണ് ആദ്യത്തെ 12 അധ്യായങ്ങളെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. The remaining chapters are called chapters of glory. 13 മുതലുള്ള അധ്യായങ്ങളെ രേഖപ്പെടുത്തിയിരിക്കുന്നത് മഹത്വത്തിൻ്റെ അധ്യായങ്ങളെന്നാണ്. അതുകൊണ്ട് ദിസ് ബുക്ക് ഈസ് ഡിവൈഡഡ് ഇൻറ്റു 2 സെഷൻസ്. ദ ഫസ്റ്റ് സെക്ഷൻ ഈസ് കോൾഡ് ചാപ്റ്റേഴ്സ് ഓഫ് സയൻസ് ആൻഡ് ദ നെക്സ്റ്റ് സെക്ഷൻസ് ഈസ് കോൾഡ് ചാപ്റ്റേഴ്സ് ഓഫ് ഗ്ലോറി. നമ്മൾ ഇന്ന് ചിന്തിക്കുകയും ധ്യാനിക്കുകയും ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത് ചാപ്റ്റേഴ്സ് ഓഫ് സയൻസിൽ നിന്നാണ്, അഥവാ അടയാളങ്ങളുടെ അധ്യായം രേഖപ്പെടുത്തിയിരിക്കുന്ന വേദഭാഗത്തു നിന്നാണ് നമ്മൾ ചിന്തിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഈ അടയാളങ്ങളുടെ അധ്യായത്തിൽ നമുക്ക് പ്രധാനമായിട്ട് കാണാൻ കഴിയുന്ന പ്രധാനപ്പെട്ട 7 അടയാളങ്ങളാണ്, 7 സൈനുകളാണ്. ഈ അധ്യായത്തിൽ തന്നെയാണ് 7 കർത്താവിൻ്റെ 7 പ്രധാനപ്പെട്ട ഐ ആം സെയിങ്സ് അഥവാ അവകാശ പ്രഖ്യാപനങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നതും ഈ 12 അധ്യായങ്ങളിലാണ്. ഐ ആം ദ ലൈറ്റ് ഓഫ് ദ വേൾഡ്, ഐ ആം ദ ഗുഡ് ഷെപ്പേർഡ് എന്നൊക്കെയുള്ള യേശുക്രിസ്തുവിൻ്റെ ഐഡിയോളജി പ്രഖ്യാപിക്കപ്പെടുന്ന അവകാശ പ്രഖ്യാപനങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്ന അധ്യായവും ഈ 12 അധ്യായങ്ങളാണ്. അപ്പോൾ തന്നെ ഈ അധ്യായത്തിൽ യോഹന്നാൻ മാത്രമാണ് ഈ പ്രധാനപ്പെട്ട അത്ഭുതങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതിനെ അദ്ദേഹം വിളിക്കുന്നത് മിറക്കിൾസ് എന്നതിനെക്കാട്ടിലും ഉപരിയായി അദ്ദേഹം പരാമർശിക്കപ്പെടുന്നത് സയൻസ് എന്നാണ്, അടയാളങ്ങൾ. അതുകൊണ്ടാണല്ലോ യോഹന്നാൻ 2-ാം അധ്യായം ആരംഭിക്കുന്ന സന്ദർഭത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിരുന്ന അടയാളങ്ങളുടെ ആരംഭമായി എന്നും പറഞ്ഞാണ് തുടങ്ങുന്നത്. അപ്പോൾ യേശുക്രിസ്തു അടയാളങ്ങൾ ചെയ്തു അഥവാ അത്ഭുതങ്ങൾ ചെയ്ത് വിവരണത്തിൻ്റെ ഒരു വലിയ ഘോഷയാത്രയാണ് നമുക്ക് 12 അധ്യായങ്ങളിലായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ നമ്മുടെ കർത്താവ് അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നവനാണ്. 7 പ്രധാനപ്പെട്ട അത്ഭുതങ്ങളുടെ വിവരണമാണ് യോഹന്നാൻ എന്ന എഴുത്തുകാരൻ ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതിൻ്റെ 1-ാമത്തെ അത്ഭുതം എന്ന് പറയപ്പെടുന്നത് 2-ാമത്തെ അധ്യായത്തിൽ യേശുക്രിസ്തു പച്ചവെള്ള വീഞ്ഞാക്കിക്കൊണ്ട് താൻ പറയുകയാണ്, ജീസസ് ഈസ് ദ മാസ്റ്റർ ഓവർ ദ സബ്സ്റ്റൻസ്. എല്ലാ സബ്സ്റ്റൻസുകളുടെ മേലും അധികാരമുള്ളവൻ നമ്മൾ വിശ്വസിക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവാണ്. അതുപോലെ തന്നെ 4-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ ഒരു രാജഭൃത്യന്റെ മകനെ സൗഖ്യമാക്കിക്കൊണ്ട് കർത്താവ് കൽപ്പിക്കുകയാണ്, ജീസസ് ഈസ് ദ മാസ്റ്റർ ഓവർ ദ ഡിസ്റ്റൻസ്. എത്ര ദൂരെയുള്ള വിഷയങ്ങളുടെ മേലും അത്ഭുതങ്ങളെ പ്രവർത്തിക്കാൻ കഴിയുന്ന മാസ്റ്ററാണ് ഇന്ന് പകൽക്കാലം ഈ പ്രഭാതത്തിൽ ഈ ആരാധനയിൽ ഇറങ്ങി വന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് 5-ാമത്തെ അധ്യായത്തിൽ ബെഥെസ്ദാ കുളക്കരയിൽ കിടക്കുന്ന ഒരു മനുഷ്യനെ 39 വർഷങ്ങൾക്ക് ശേഷം കർത്താവ് അത്ഭുതകരമായിട്ടുള്ള സൗഖ്യം നൽകുമ്പോൾ യേശു പ്രഖ്യാപിക്കുകയാണ്, ജീസസ് ഈസ് ദ മാസ്റ്റർ ഓവർ ദ ടൈം. ഏത് സമയങ്ങൾക്കും അപ്പുറമായിട്ട് ഏത് പഴകിയ വിഷയങ്ങളുടെ മേലും അത്ഭുതങ്ങളെ പ്രവർത്തിക്കാൻ കഴിയുന്ന സർവശക്തനായ ദൈവത്തിന്റെ അത്ഭുതകരമായിരിക്കുന്ന പ്രവർത്തനങ്ങളാണ് 5-ാമത്തെ അധ്യായത്തിൽ യോഹന്നാൻ 5-ൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. 6-ാമത്തെ അധ്യായത്തിൽ നമുക്ക് കാണാൻ കഴിയുന്ന 5 അപ്പം കൊണ്ട് 5000-ൽ പരം പേരെ പോഷിപ്പിച്ച സംഭവത്തിന്റെ വിവരണത്തോടുള്ള ബന്ധത്തിൽ അവിടെ പറയുകയാണ്, ജീസസ് ഈസ് ദ മാസ്റ്റർ ഓവർ ദ ക്വാണ്ടിറ്റി. എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാത്തെയും വർദ്ധിപ്പിക്കാനായിട്ട് കഴിയുന്ന ഏക ദൈവം എന്ന് പറയപ്പെടുന്നത് ഞാനും നിങ്ങളും വിശ്വസിക്കുന്ന കർത്താവായ യേശു ക്രിസ്തു മാത്രമാണ്. വീണ്ടും ഇങ്ങോട്ട് വരുമ്പോൾ വെള്ളത്തിന്റെ മീതെ നടക്കുന്ന കർത്താവിനെ പറ്റി പറയുമ്പോൾ ജീസസ് ഈസ് ദ മാസ്റ്റർ ഓവർ ദ നേച്ചർ. പ്രകൃതിയുടെ മേൽ അധികാരമുള്ള സർവശക്തനായ ദൈവമാണ് ഞാനും നിങ്ങളും സേവിക്കുന്ന കർത്താവായ യേശു ക്രിസ്തു. പിറവിയിലെ കുരുടനായിരിക്കുന്ന മനുഷ്യനെ സൗഖ്യമാക്കിക്കൊണ്ട് കർത്താവ് പറയുകയാണ്, ജീസസ് ഈസ് ദ മാസ്റ്റർ ഓവർ ദ മിസ്ഫോർച്യൂൺ. ഏത് നിർഭാഗ്യവാനായിരിക്കുന്ന വ്യക്തികളെയും അവനെ ഉയർത്തിക്കൊണ്ടുവരുവാൻ കഴിയുന്ന സർവശക്തനായ ദൈവം ഞാനും നിങ്ങളും സേവിക്കുന്ന സർവശക്തനായ ദൈവമാണ്. എന്നാൽ 11-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ പറയുകയാണ്, കല്ലറയ്ക്കകത്ത് നാറ്റം വെച്ച ഒരു മനുഷ്യനെ ജീവിപ്പിച്ചുകൊണ്ട് കർത്താവ് പറയുകയാണ്, ജീസസ് ഈസ് ദ മാസ്റ്റർ ഓവർ ദ ഡെത്ത്. മരണത്തിന്റെ മേൽ അധികാരമുള്ള സർവശക്തനായ ദൈവമാണ് നമ്മുടെ ദൈവമെങ്കിൽ ഇന്ന് പകൽക്കാലം മൗനമായിരിക്കാതെ എന്നെയും നിങ്ങളെയും ശക്തീകരിക്കാൻ കഴിയുന്ന ദൈവത്തിന്റെ കൃപ മാസ്റ്റർ ഇന്ന് പകൽക്കാലം ഇവിടെ വന്നിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്ന എത്ര പ്രിയപ്പെട്ടവരുണ്ട്? അങ്ങനെ വിശ്വസിക്കുന്നു എങ്കിൽ, നിങ്ങൾക്ക് ജീവൻ പ്രാപിക്കണം എന്ന ആഗ്രഹമുണ്ട് എങ്കിൽ നിങ്ങൾക്ക് കരങ്ങളെ ഉയർത്തിയോ വാ തുറന്നോ ദൈവത്തിന് സ്തോത്രം ചെയ്യുവാൻ ഈ പ്രഭാതത്തിലും കഴിയും. നമ്മൾ ഇന്ന് പകൽക്കാലം ചിന്തിക്കുന്നത് 11-ാമത്തെ അധ്യായമാണ്. So this is the longest story among the 4 Gospels. And ഈ വേദഭാഗം തുടങ്ങുന്നത് തന്നെ ഒരു വലിയ സങ്കടകരമായിരിക്കുന്ന ഒരു സംഭവത്തോടുള്ള ബന്ധത്തിലാണ്. So this chapter begins with the saddest situation.
ബഥാനിയ എന്നറിയപ്പെടുന്ന ഒരു ഭവനത്തിൽ സാധാരണക്കാരായിരിക്കുന്ന ചില പ്രിയപ്പെട്ടവരുടെ കഥയാണ് തുടങ്ങുന്നത്. മാർത്തയുടെയും മറിയുടെയും ഗ്രാമമായിരിക്കുന്ന ബഥാനിയ. അവിടെ നമുക്കറിയാം ആ സംഭവത്തോടുള്ള ബന്ധത്തിൽ അവരുടെ പ്രിയപ്പെട്ട സഹോദരൻ ലാസർ എന്ന വാക്കിൻ്റെ അർത്ഥം ഗോഡ് ഈസ് മൈ ഹെൽപ്പ്, ദൈവം എൻ്റെ സഹായകൻ എന്നാണ്. ആ പട്ടണത്തെ അറിയപ്പെടുന്നത് ബഥാന്യ എന്നാണ്. അതിൻ്റെ അർത്ഥം ഹൗസ് ഓഫ് അഫ്ലിക്ഷൻ എന്നാണ്. അപ്പം ബഥാനിയയിലെ ഒരു ഭവനം, അവർ കർത്താവിനെ സ്നേഹിക്കുന്ന ഒരു കുടുംബമായിരുന്നു. നമുക്ക് വേണം ഇന്നത്തെ കാലഘട്ടത്തിൽ യേശുക്രിസ്തു പല സന്ദർഭങ്ങളിലും ഈ ഭവനത്തിൽ വരാറുണ്ടായിരുന്നു. യെരുശലേമിൽ കർത്താവ് പോകുന്ന സന്ദർഭത്തിലൊക്കെ കർത്താവ് ഈ ഭവനത്തിൽ വന്ന് വിശ്രമിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. അത് നമുക്ക് ലൂക്കോസിന്റെ സുവിശേഷം 11-ാമത്തെ അധ്യായത്തിൽ കാണാനായിട്ട് കഴിയും. ഇവർ കർത്താവിനെ സ്വീകരിച്ചത് കൊണ്ട് ചിലപ്പോൾ ഇവരെ പള്ളിപ്രേക്ഷരാക്കിയിട്ടുണ്ടായിരിക്കാമെന്ന്. ഇവരൊരു ദരിദ്ര കുടുംബമാണ്. മാത്രമല്ല ഇവരുടെ മാതാപിതാക്കളെ പറ്റി നമുക്കൊരു പരാമർശവും ഈ വേദഭാഗങ്ങളിൽ കാണാനായിട്ട് സാധിക്കുന്നില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ മനസ്സിലാക്കുന്നത് കർത്താവിൻ്റെ ഒരു സമപ്രായക്കാരാണ് ഈ മാർത്തയും മറിയയും അതുപോലെ തന്നെ ലാസറുമൊക്കെ. ഇന്നത്തെ പുതിയ കാലഘട്ടത്തിൽ നമുക്ക് വേണമെങ്കിൽ നമുക്ക് പറയാം യേശുക്രിസ്തുവിൻ്റെ ബെസ്റ്റീസ് ആയിരുന്നു ഈ മാർത്തയും മറിയയും അതുപോലെ തന്നെ ലാസറും ഒക്കെ. കാരണം അതുകൊണ്ടാണല്ലോ അത്ര ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായിരുന്നത് കൊണ്ടാണ് ആ വീട്ടിൽ വന്ന് വിശ്രമിക്കുകയും ഒക്കെ ചെയ്തത്. നമുക്ക് ബന്ധങ്ങളും കുറെ കൂടെ ഇടപെടാൻ കഴിയുന്ന വീടുകളിലെ നമ്മൾ പോവുകയും വിശ്രമിക്കുകയും ചെയ്യത്തുള്ളൂ. അതുകൊണ്ട് യേശുക്രിസ്തുവിൻ്റെ കുറേ ബെസ്റ്റീസ് കൂടെ ആയിരുന്നു ഈ മാർത്തയും മറിയയും ലാസറും ഒക്കെ. അപ്പോൾ ഈ ഭവനത്തോടുള്ള ബന്ധത്തിൽ അത്രമാത്രം ക്ലോസ് റിലേഷൻ ആയിരുന്നു. സോ അവർ വലിയ ബന്ധങ്ങളുണ്ട്. ദേവർ ഇമോഷണലി വെരി ക്ലോസ് പീപ്പിൾ. ഒത്തിരി ഹൃദ്യമായ ബന്ധമുണ്ടായിരുന്ന പ്രിയപ്പെട്ടവരായിരുന്നു. അപ്പോൾ അവരുടെ സഹോദരനായിരിക്കുന്ന ലാസറിന് ഒരു രോഗം വന്നു, ദീനമായിട്ട് കിടക്കുന്നു എന്നുള്ള വാർത്ത കർത്താവ് 3 കിലോമീറ്റർ അകലെയുള്ളൊരു സ്ഥലത്ത് ശുശ്രൂഷയ്ക്കായിട്ട് പോയ സന്ദർഭത്തിൽ വന്ന് പറയുന്ന സംഭവമാണ്. അങ്ങനെ ആ വാർത്ത കേട്ടിട്ടും നമ്മളവിടെ കാണുന്നത് യേശുക്രിസ്തു 2 ദിവസം കൂടെ അവിടെ താമസിച്ചു എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നമുക്കതൊരു അൺയൂഷ്വൽ ബിഹേവിയർ ആയിട്ട് തോന്നാം. കാരണം നമുക്ക് ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ആളുകൾ നമ്മളെ ഒരു വിവരം അറിയിച്ചിട്ടും അതും വേദനാജനകമായിരിക്കുന്ന ഒരു സാഹചര്യം, മരണത്തിന് പെട്ട ഒരു അസുഖം, ഇങ്ങനെയുള്ളൊരു സംഭവത്തോടുള്ള ബന്ധത്തിൽ എത്ര സുഹൃത്താണ്, 3 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ, എത്ര സുഹൃത്താണെങ്കിലും ഓടി വരാനായിട്ടുള്ള സാധ്യതകൾ വളരെയുണ്ട്. അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു പദപ്രയോഗമുണ്ടാണ്, അവൻ മാർത്തയും മറിയയും അവൻ്റെ സഹോദരനായ ലാസറിനെയും സ്നേഹിച്ചു. ഹി ലവ് ദം യെറ്റ്, സ്നേഹിച്ചു യെറ്റ്, എന്നിട്ടും താമസിച്ചു. സ്നേഹിച്ചു, താമസിച്ചു. അപ്പോൾ സ്നേഹിച്ചാലും ചിലപ്പോൾ താമസിക്കാം. മാർത്തയും മറിയയും അവന് പ്രിയനായ ലാസറിനെയും സ്നേഹിച്ചു, എങ്കിലും താമസിച്ചു. ഈ ഉപവാസ പ്രാർത്ഥനയുടെ മധ്യത്തിൽ ചില വിഷയങ്ങൾക്കൊക്കെ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവർ, ചിലതൊക്കെ നിങ്ങൾക്ക് വേണ്ടി താമസിച്ചാലും ദൈവം സ്നേഹിക്കുന്നില്ല എന്ന് കരുതരുത്. ദൈവം സ്നേഹിക്കുന്നുവെങ്കിലും ചില വിഷയങ്ങളോടുള്ള ബന്ധത്തിൽ താമസിക്കാനായിട്ടുള്ള സാധ്യതകൾ ഉണ്ട്. ഇവിടെ താമസിച്ചു എന്ന് പറഞ്ഞിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് 3 ദിവസം താമസിച്ചു. പിന്നീട് അതിൻ്റെ വേദഭാഗങ്ങളിൽ അവര് യേശുക്രിസ്തു ആ വാർത്ത കേട്ടു, അല്ലെങ്കിൽ ആ വാർത്ത അറിഞ്ഞു, ലാസർ മരിച്ചു എന്നുള്ള വാർത്ത. അവൻ ഏകദേശം 3 ദിവസം താമസിച്ചെങ്കിലും പിന്നീട് യാത്ര ചെയ്ത് ബഥാനിയയിലെ ഈ ഗ്രാമത്തിലേക്ക് പോകുകയാണ്. ബഥാനിയയിലെ ഈ ഗ്രാമത്തിലേക്ക് ചെല്ലുന്ന സന്ദർഭത്തിൽ ആദ്യം ഓടി വരുന്നത് മാർത്തയാണ്. എൻ്റെ ഈ പ്രഭാഷണത്തിൽ 3 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. 3W ആണ്. എന്നെ മറന്നാലും 3W മറക്കരുത്. ഈ യോഹന്നാന്റെ സുവിശേഷം 11-ാമത്തെ അധ്യായത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ജീസസ് വെപ്റ്റ്. ജീസസ് വെപ്റ്റ്. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് യേശുക്രിസ്തു ബഥാനിയ എന്നറിയപ്പെടുന്ന യേശുക്രിസ്തു ബഥാനിയയിൽ എന്ന ഗ്രാമത്തിലേക്ക് ചെന്നു. മാർത്തയുമായിട്ട് ദീർഘമായിരിക്കുന്ന ഒരു സംഭാഷണം അവിടെ നടത്തുന്നു. അപ്പോൾ അവർ പുനരുത്ഥാനത്തെ പറ്റിയും ജീവനെ പറ്റിയും ഒക്കെ ഉള്ള അനേക കാര്യങ്ങൾ അവിടെ പങ്കുവെക്കുന്നുണ്ട്. എന്നാൽ ആ സന്ദർഭങ്ങളിലൊന്നും യേശുക്രിസ്തു അവിടെ നിന്ന് മൂവ് ചെയ്യുന്നില്ല. ഈ വാർത്ത ചെന്ന് മേരിയോട് ചെന്ന് പറയപ്പെടുന്നു. ഗുരു വന്നിട്ടുണ്ട് എന്ന് പറയപ്പെടുന്നു. 3rd സ്ലൈഡ്. ഗുരു വന്നിട്ടുണ്ട് എന്ന് പറയുകയാണ്. അപ്പം ഗുരു വന്നിട്ടുണ്ടെന്നുള്ള വാർത്ത കേട്ട സന്ദർഭത്തിൽ മേരി ഇവിടെ ഓടി വരുന്ന സന്ദർഭമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. തന്നോട് കൂടെയുള്ള പ്രിയപ്പെട്ടവരും തൻ്റെ കൂടെ ഓടി വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ അവർ വന്ന് നിൽക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് 11-ാമത്തെ അധ്യായത്തിൽ നമുക്ക് പ്രധാനമായിട്ടും നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇവർ ഓടി വന്ന് ഈ ഗ്രാമത്തിൻ്റെ അവിടെ വന്ന് നിൽക്കുകയാണ്. ഇപ്പോൾ തന്നെ 4-ാമത്തെ ദിവസമായി എന്ന് പറയപ്പെടുന്നു. ഇതിന് 2 കണക്കുകൾ പറയപ്പെടുന്നുണ്ട്. ഒന്ന്, ചിലർ പ്രിയപ്പെട്ടവർ പറയുന്നത്
ഇത് 7-ാം ദിവസം സംഭവിച്ചെന്ന് പറയപ്പെടുന്നുണ്ട് ചില പ്രിയപ്പെട്ടവർ. അതൊരഭിപ്രായമാണ്. ഇപ്പോൾ എന്നെ പറ്റിയുള്ള ഡിസ്കഷൻ ഇല്ലാതെ അതിനെപ്പറ്റി നിങ്ങൾ ഇത് കഴിഞ്ഞിട്ട് ഡിസ്കസ് ചെയ്യണം. 7 പറയുന്നത് കാരണം വാർത്ത അറിഞ്ഞത് 1-ാം ദിവസം, അതിനുശേഷം 2 ദിവസം താമസിച്ചു എന്ന് പറയപ്പെടുന്നത് 3-ാം ദിവസം. പിന്നീട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് നാറ്റം വെച്ചു 4 നാളായെന്ന് പറഞ്ഞ് അടക്കി കഴിഞ്ഞിട്ട് 4 ദിവസം എന്നുള്ളൊരു പരാമർശം വേദചിന്തകന്മാർ പറയപ്പെടുന്നുണ്ട്. അതുകൊണ്ട് 7-ാം ദിവസം. ഞാൻ ആദ്യം വന്ന സന്ദർഭത്തിൽ നിങ്ങളോട് പറയപ്പെടുകയുണ്ടായിരുന്നു, കാനാവിലെ കല്യാണം നടന്നത് 3-ാം ദിവസമല്ല, നിങ്ങളന്നില്ലായിരുന്നു, 7-ാം ദിവസമാണെന്ന്. അതിൻ്റെ ക്രോണോളജിക്കൽ ഓർഡർ നോക്കിയാൽ നിങ്ങൾക്ക് പിടി കിട്ടും. അപ്പോൾ ഇതും ഒന്ന് ഡിസ്കഷന് വേണ്ടി നമ്മളെപ്പറ്റി ചിന്തിക്കാതെ ഇത് അങ്ങനെയാണോ എന്നുള്ളതിനെപ്പറ്റി ഒന്ന് ചിന്തിക്കുന്നതും നല്ലതായിരിക്കും. അപ്പോൾ ഇവിടെ നമുക്കറിയാം, ബഥാനിയയിലെ ഈ കൊച്ചു ഗ്രാമത്തിൽ കർത്താവായ യേശു ക്രിസ്തു വന്ന് നിൽക്കുകയാണ്. വന്ന് നിൽക്കുന്ന ഈ പ്രത്യേക സന്ദർഭത്തിൽ അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്, മേരി വന്ന് കരയുകയാണ്, അല്ലെങ്കിൽ മറിയം വന്ന് കരയുകയാണ്. യേശുക്രിസ്തു താമസിച്ചെങ്കിലും ഈ വാർത്തയോടുള്ള ബന്ധത്തിൽ ചില ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ വന്നപ്പോൾ ഇവിടെ കരയുന്ന മറിയയാണ് കാണപ്പെടുന്നത്. നമുക്കവിടെ രേഖപ്പെടുത്തിയിരിക്കുന്ന പദം ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്ന 33-ാമത്തെ വാക്യത്തിൽ, യേശു കണ്ടിട്ട് ഉള്ളം നൊന്ത് കലങ്ങി. ഹി വാസ് ഡീപ്ലി മൂവ്ഡ് ഇൻ ഹിസ് സ്പിരിറ്റ് ആൻഡ് ഗ്രേറ്റ്ലി ട്രബിൾഡ്. അവൻ ഉള്ളം നൊന്ത് കലങ്ങി, ഗ്രേറ്റ്ലി ആൻഡ് ഡീപ്ലി മൂവ്ഡ് ഇൻ ഹിസ് സ്പിരിറ്റ്. അവിടെ മറിയയുടെ കണ്ണുനീര് കണ്ടിട്ട് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്ന ജീസസ് വെപ്റ്റ്. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തുവും കരഞ്ഞു എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ സാധാരണ പെൺകുട്ടിയായിരിക്കുന്ന മറിയയുടെ കണ്ണിൽ നിന്ന് വീഴുന്ന കണ്ണുനീര് കണ്ടപ്പോൾ ഉലകത്തിൻ്റെ നാഥനായിരിക്കുന്ന, നമ്മുടെ അരിമനാഥനായിരിക്കുന്ന കർത്താവായ യേശു ക്രിസ്തു കരഞ്ഞു എന്ന് തിരുവെഴുത്തിൽ പറഞ്ഞിരിക്കുകയാണ്. യേശു മറ്റുള്ളവരുടെ വേദനകൾ കണ്ട് കരയുന്ന വ്യക്തിയാണ്. ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ, പുരുഷന്മാർ കരയുന്നത് അഭികാമ്യമല്ല. അന്നത്തെയും ഇന്നത്തെയും കാലഘട്ടത്തിൽ മസ്കുലൈൻ ട്രേറ്റ് അനുസരിച്ച് കരയുന്നത് ഒരിക്കലും നല്ലതല്ല പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം. പക്ഷെ സ്ത്രീകൾ കരയും എന്നുള്ളത് ഒരു പൊതുവായിട്ടുള്ളൊരു അഭിപ്രായമാണ്. അതുകൊണ്ടാണ് കണ്ണുനീർത്തുള്ളിയെ സ്ത്രീയോട് ഉപമിക്കുന്നതൊക്കെ അതുകൊണ്ടാണ്. കാരണം സ്ത്രീയെ കരയും എന്നുള്ള ഒരു ചിന്തയുണ്ട്. അതുകൊണ്ട് പുരുഷൻ കരയരുതേ എന്നാണ്. എന്നാൽ അത് മാത്രമല്ല, ഇവിടെ ശ്രദ്ധിക്കുക, യേശുക്രിസ്തു ഒരു പുരുഷൻ മാത്രമല്ല, ഒരു ലീഡറാണ്. ലീഡർമാർ പബ്ലിക്കായിട്ട് ഒരു സ്ഥലത്ത് നിന്ന് കരയുക എന്ന് പറയപ്പെടുന്നത് ഉത്തമമായിരിക്കുന്ന ഒരു കാര്യമല്ല. ഒരു പുരുഷൻ ഒരു സമൂഹത്തിന്റെ മധ്യത്തിൽ നിന്ന് പബ്ലിക്കായിട്ട് ഒരു വിഷയത്തിന്റെ മധ്യത്തിൽ കരയുക എന്ന് പറയപ്പെടുന്നത് അത് യോഗ്യമായിട്ടുള്ള കാര്യമല്ല. ഇനി യേശു ക്രിസ്തു ഒരു ലീഡർ മാത്രമല്ല, അവൻ ദൈവമാണ്. ദൈവം കരയുമോ? ദൈവത്തിന് കരയാൻ സാധിക്കുമോ? നമ്മൾ കണ്ട ദൈവങ്ങളെല്ലാം അട്ടഹസിക്കുന്ന, ഉല്ലസിക്കുന്ന ഓരോ ദൈവങ്ങളെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. കരയുന്ന ദൈവത്തെ നമ്മൾ ഇതുവരെയും കണ്ടിട്ടില്ല. ലോകത്തിൽ കണ്ടിട്ടുള്ള മഹത് വ്യക്തികളും ഗുരുക്കന്മാരും ദൈവങ്ങളും ഒന്നും കരയാറില്ല. അവരെല്ലാം വിജയത്തിന്റെ, അട്ടഹാസത്തിന്റെ, ഉയർച്ചയുടെ ഒക്കെ പ്രതീകങ്ങളായിട്ടാണ് ഈ ലോകം കാണിക്കുന്നത്. എന്നാൽ നമ്മൾ വിശ്വസിക്കുന്ന, നമ്മൾ ആരാധിക്കുന്ന കർത്താവ് കരഞ്ഞു എന്ന് രേഖപ്പെടുത്തിയിരിക്കുമ്പോൾ മനുഷ്യ ജീവിതത്തിന്റെ സങ്കടങ്ങളിലേക്ക് ഇറങ്ങി വരുന്ന ഏക ദൈവമുണ്ടെങ്കിൽ അത് നമ്മൾ വിശ്വസിക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവാണ്. ജീസസ് ഈസ് ദ ഓൺലി ഗോഡ് ഐഡന്റിഫൈ ദ പെയിൻ ഓഫ് ദ പീപ്പിൾ. മനുഷ്യ ജീവിതത്തിന്റെ ദുഃഖങ്ങളോട് താതാത്മ്യപ്പെട്ടിട്ടുള്ള ഏതെങ്കിലും ഒരു മഹത് വ്യക്തി, ഏതെങ്കിലും ഒരു ഗുരുനാഥൻ ഉണ്ടെങ്കിൽ അത് സർവശക്തനായ ദൈവമാണ്. അതുകൊണ്ട് അവൻ മാത്രമാണ് മനുഷ്യന്റെ ദുഃഖങ്ങൾക്ക് പരിഹാരം തരാൻ കഴിയുന്നത്. ഭാരതത്തിലെ അറിയപ്പെടുന്ന പ്രധാനപ്പെട്ട ഒരു ഗുരുവായിരുന്നു ഗുരു നിത്യ ചൈതന്യയതി. അദ്ദേഹം ഒരിക്കൽ ഇന്ത്യയിലെ ഒരു ഹോളിൽ താൻ പ്രസംഗിക്കാനായിട്ട് സന്ദർഭത്തിൽ, നമുക്കറിയാം ഇന്ത്യൻ ഓഡിറ്റോറിയത്തിലെല്ലാം ഹോളുകളിൽ ഒത്തിരി പടങ്ങൾ ഇല്ലേ, മഹാന്മാരുടെ പടങ്ങൾ, ദൈവങ്ങളുടെ പടങ്ങളുണ്ട്. അദ്ദേഹം പ്രഭാഷണ മധ്യത്തിൽ ഇങ്ങനെ തുടങ്ങുന്നതിന് മുൻപായിട്ട് ആ പടങ്ങളിലെല്ലാം നോക്കിയപ്പോൾ യേശു ക്രിസ്തുവിൻ്റെ പടവും അവിടെ വെച്ചിട്ടുണ്ട്. ആ പടത്തിലേക്ക് നോക്കിയിട്ട് താനെ ഇങ്ങനെ ശ്രദ്ധിക്കുന്ന സന്ദർഭത്തിൽ മറ്റു പടങ്ങളെക്കാട്ടിലും വ്യത്യാസമായിട്ട് കരയുന്ന യേശു ക്രിസ്തുവിൻ്റെ ഒരു പിക്ചറാണ് അവിടെ വെച്ചിരിക്കുന്നത്. അദ്ദേഹം ആ കമ്മ്യൂണിറ്റിയോട്, ആ ഓഡിയൻസിനോട് പറഞ്ഞു, ഐ ക്യാൻ സീ ദ പെയിൻ ഓഫ് ദ വേൾഡ് ഇൻ ഹിസ് ഫേസ്. മറ്റുള്ള പല പ്രിയപ്പെട്ടവരും ചിരിക്കുന്ന, യുദ്ധം ചെയ്യുന്ന, അട്ടഹസിക്കുന്ന,
വിജയാളിയായിട്ട് നിൽക്കുന്ന പ്രിയപ്പെട്ടവരുടെ പടങ്ങൾ കാണുമ്പോൾ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ലോകത്തിന്റെ മൊത്തം ദുഃഖം തൻ്റെ ജീവിതത്തിലേക്ക് ഏറ്റിയ ഒരു വ്യക്തിയാണെങ്കിൽ ഹി ഈസ് ദ മെൻ ഓഫ് സോറോസ്. അവൻ വ്യസനപാത്രമായി തീർന്നു എന്നാണ് ദൈവത്തിന്റെ വചനത്തിൽ പറയുന്നതെങ്കിൽ മനുഷ്യ ജീവിതത്തിന്റെ ദുഃഖങ്ങൾ മനസ്സിലാക്കുവാൻ കഴിയുന്ന ഏക ദൈവം സർവശക്തനായ ദൈവമാണ്. അതുകൊണ്ടാണല്ലോ ബൈബിൾ പറയുന്നത്, കണ്ണുനീർ തൂകുമ്പോൾ മനസ്സലിയുന്ന സർവശക്തനായ ദൈവം, കരയുന്ന പ്രിയപ്പെട്ടവരുടെ കണ്ണുനീരിന്റെ മുൻപിൽ ഇറങ്ങി വരുന്ന സർവശക്തനായ ദൈവം ഇന്ന് പകൽക്കാലം എന്റെയും നിങ്ങളുടെയും കണ്ണുനീരിന്റെ മുമ്പിൽ, കണ്ണുനീർ താഴ്വരയിൽ കൂടെ കടന്നു പോകുന്ന സന്ദർഭങ്ങളിൽ അതിന്റെയൊക്കെ മധ്യത്തിൽ നിങ്ങളുടെ കണ്ണുനീര് കാണുന്ന ദൈവം ഉണ്ടല്ലോ. ഇന്ന് പകൽക്കാലം കരയുന്ന പ്രിയപ്പെട്ടവരുടെ കണ്ണുനീരിന്റെ മുൻപിൽ ഇറങ്ങി വരുന്ന ദൈവ സാന്നിധ്യം ഈ പ്രാർത്ഥനയുടെ മധ്യത്തിൽ ചില പ്രിയപ്പെട്ടവരുടെ കണ്ണുനീര് കണ്ടിട്ട് ദാവീദ് തന്റെ കണ്ണുനീര് കൊണ്ട് തന്റെ കിടക്കയെ മൊത്തം നനച്ചു എന്ന് തിരുവചനത്തിൽ പറയപ്പെടുന്നുവെങ്കിൽ ഹന്ന മനോവ്യസനത്തോടുകൂടി ആരാധനാലയത്തിലേക്ക് പോയി തന്റെ ദുഃഖങ്ങൾ പങ്കുവയ്ക്കുവാനായിട്ട് പോയപ്പോൾ ആ ദുഃഖങ്ങൾ കണ്ട് ഹന്നയ്ക്ക് വേണ്ടി പ്രവർത്തിച്ച അതേ ദൈവം ദാവീദ് മനോവ്യസനത്തോടുകൂടി പ്രാർത്ഥിച്ചപ്പോൾ തന്റെ പ്രാർത്ഥനകൾക്ക് ദൈവം മറുപടി നൽകിയെങ്കിൽ ഹല്ലേലൂയ, പ്രാർത്ഥിക്കുന്ന കരയുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി മൂവ് ചെയ്യുന്ന കണ്ണുനീർ വാർക്കുന്ന സർവശക്തനായ ദൈവത്തിന്റെ കൃപയുടെ കരങ്ങൾ ഇന്ന് പകൽക്കാലം ഈ 4ാമത്തെ ഉപവാസ പ്രാർത്ഥനയുടെ മധ്യത്തിൽ സ്വർഗത്തിലെ ദൈവത്തിന്റെ അത്ഭുതമേറിയ കരങ്ങൾ ഇവിടെ വ്യാപരിക്കുന്നുണ്ടെന്നുള്ളത് എത്ര പ്രിയപ്പെട്ടവർക്കും മനസ്സിലാക്കുന്നു. എന്റെ ദൈവം കണ്ണുനീര് കാണുമ്പോൾ മനസ്സിലിയുന്ന സർവശക്തനായ ദൈവമാണ്. ശ്രദ്ധിക്കുക, devil does not know how to fight against the tears. പിശാചിന് നിങ്ങളുടെ ആരാധനയ്ക്കെതിരായിട്ട് ഫൈറ്റ് ചെയ്യാൻ കഴിയും, പിശാചിന് നിങ്ങളുടെ പ്രാർത്ഥനയ്ക്കെതിരായിട്ട് ഫൈറ്റ് ചെയ്യാനായിട്ട് കഴിയും. ബട്ട് devil does not know how to fight against your tears. നിങ്ങളുടെ കണ്ണുനീരിനെതിരായിട്ട് എങ്ങനെ ഫൈറ്റ് ചെയ്യണമെന്ന് പിശാചിന് ഒരിക്കലും അറിയത്തില്ല. കരയുന്ന പ്രിയപ്പെട്ടവരുടെ കണ്ണുനീരിന് മുൻപിൽ അതിനെ തകർത്തെളിയുവാനായിട്ട് ലോകത്തിന്റെ ഒരു ശക്തിക്കും കഴിയത്തില്ല. കാരണം കരയുന്ന പ്രിയപ്പെട്ടവരോട് കൂടെ കരയുന്ന സർവശക്തനായ ദൈവമാണ്. കാരണം ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് മറിയം കരഞ്ഞപ്പോൾ ജീസസ് was deeply moved and greatly troubled in spirit and he wept. എങ്കിൽ ഇന്ന് പകൽക്കാലം നിന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീര് താഴേക്ക് വീഴുമ്പോൾ സ്വർഗത്തിൽ ഒരു ദൈവവും കരയുന്നുണ്ടെന്ന് ഇന്ന് പകൽക്കാലം വിശ്വസിക്കുന്ന എത്ര പ്രിയപ്പെട്ടവരുണ്ട്. നീ കണ്ണുനീർ വാർത്തിയ അനേക സന്ദർഭങ്ങളിലെ ദുഃഖകരമായിരിക്കുന്ന സാഹചര്യങ്ങളിൽ കൂടെ കടന്നുപോയ എത്ര ജീവിതാനുഭവങ്ങളുണ്ട്. അതിന്റെ മധ്യത്തിലൊക്കെ നിനക്ക് വേണ്ടി ഇറങ്ങി വരുവാൻ ഇന്നും ശക്തനായ ദൈവത്തിന്റെ അത്ഭുതമേറിയ കരങ്ങൾ ഈ പ്രാർത്ഥനാ മധ്യത്തിൽ വ്യാപരിക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്ന പ്രിയപ്പെട്ടവർ, ഹല്ലേലൂയ 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 ഹല്ലേലൂയ. Jesus is the only God weeping with the people. We see many gods in this world. The God of triumph, God of victorious. They never cry with the people. But our Lord Jesus wept with the people. അങ്ങനെയുള്ളൊരു ദൈവത്തെ സേവിക്കാൻ, എന്നെ നന്നായിട്ട് മനസ്സിലാക്കുന്ന ഒരു ദൈവത്തെ സേവിക്കാൻ ഭാഗ്യം ലഭിച്ച ദൈവമക്കളായി വിശുദ്ധ ആരാധനയിൽ ഇന്ന് പ്രഭാതത്തിൽ വന്നിരിക്കുന്നത്. മറിയയുടെ കണ്ണുനീര് കണ്ടപ്പോൾ കർത്താവ് മൂവ് ചെയ്യുകയാണ്. യോഹന്നാന്റെ സുവിശേഷത്തിൽ വേദനിക്കുന്ന 3 മറിയമാർക്ക് വേണ്ടി ഇറങ്ങിയ ചരിത്രം കൂടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. വേദനിക്കുന്ന 3 മറിയമാർക്ക് വേണ്ടി. അത് 2-ാമത്തെ അധ്യായത്തിൽ ഒരു ഭവനത്തിൻ്റെ സങ്കടം കണ്ടപ്പോൾ അവരുടെ പരിതാപകരമായ പ്രശ്നത്തിൻ്റെ മധ്യത്തിൽ പരിഹരിക്കുവാൻ വേണ്ടി യേശുവിൻ്റെ അമ്മയായിരിക്കുന്ന ഒരു മറിയം. 2-ാമത് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് 11-ാമത്തെ അധ്യായത്തിൽ വേദനയോടുകൂടെ സഹോദരൻ മരിച്ച വാർത്തയുടെ മധ്യത്തിൽ ഇനിയും പ്രതീക്ഷ നഷ്ടപ്പെട്ടു എന്ന് കരഞ്ഞ് കലങ്ങിയ കണ്ണുകളുമായിട്ട് നിന്ന മറിയയുടെ കണ്ണുനീര് അവളുടെ കണ്ണിൽ നിന്ന് ധാരധാരയായിട്ട് ഭൂമിയിലേക്ക് പതിച്ചപ്പോൾ സ്വർഗത്തിലെ ദൈവത്തിൻ്റെയും കണ്ണിൽ നിന്ന് കണ്ണുനീര് ധാരയായിട്ട് ഈ ഭൂമിയെ സ്പർശിച്ചു. അത് ഭൂമിയെ സ്പർശിച്ചപ്പോൾ അതൊരു അത്ഭുതകരമായ പ്രവർത്തനത്തിന് കാരണമായി. 3-ാമത്തെ മറിയെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇനിയും എനിക്കാരുമില്ല എന്ന് കരുതി ഭൂതഗ്രസ്തയായ 7 ഭൂതങ്ങൾ ബാധിച്ച ഒരു സഹോദരി എല്ലാ പ്രതീക്ഷയും നഷ്ടപ്പെട്ട് കല്ലറ അടഞ്ഞിരിക്കുന്ന സന്ദർഭത്തിൽ കല്ലറയിൽ പോയിരുന്ന് കരഞ്ഞേക്കാമെന്ന് കരുതി പോയ ആ ഒരു സ്ത്രീക്ക് വേണ്ടി ആദ്യമായിട്ട് ഉയർത്തെഴുന്നേറ്റ കർത്താവായ യേശു ക്രിസ്തു പരസ്യമായിട്ട് റിസറക്ഷൻ ചെയ്ത കർത്താവിൻ്റെ ആദ്യ വാക്ക് ഒരു മേരി മഗ്ദലനയോടായിരുന്നു, മറിയത്തിനോടായിരുന്നു, മഗ്ദലന മറിയത്തോടായിരുന്നു. അതിങ്ങനെയായിരുന്നു, സ്ത്രീയെ കരയേണ്ട. ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തുവിന്റെ ആദ്യത്തെ പദം, ആദ്യത്തെ വാക്ക്
കരയേണ്ട എന്നുള്ളതായിരുന്നു. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം ഈ ഉയർത്തെഴുന്നേൽപ്പിന്റെ പ്രഭാതത്തിൽ ദൈവത്തിന്റെ സന്നിധിയിൽ വന്നിരിക്കുന്ന പ്രിയപ്പെട്ടവരുടെ കണ്ണുനീരിന് മുൻപിൽ കർത്താവിന് എന്താ പറയാനായിട്ടുള്ളത്? നിങ്ങൾ എത്ര സങ്കടകരമായ സാഹചര്യങ്ങളിൽ കൂടെയാണ് പല പ്രിയപ്പെട്ടവരും കടന്നു പോകുന്നത്. എൻ്റെ കർത്താവ് നിങ്ങളുടെ കണ്ണുനീര് കാണുന്നുണ്ടെന്ന് വിശ്വസിക്കുന്ന പ്രിയപ്പെട്ടവരോട് ഇന്ന് പകൽക്കാലം കർത്താവിന് പറയാനുണ്ട്, കരയേണ്ട എന്നുള്ളതാണ്. കാരണം കണ്ണുനീർ വാർത്ത കർത്താവ് എന്നെയും നിങ്ങളെ സഹായിപ്പാനായിട്ട് ഇന്ന് പ്രഭാതത്തിൽ ഇവിടെ ഇറങ്ങി വന്നിട്ടുണ്ട്. ശ്രദ്ധിക്കുക, ഈ സഹോദരിമാർ, ദ ഗ്രേറ്റസ്റ്റ് പ്രിവിലേജ് ഓഫ് എ മാൻ ഈസ് ടു ഓണർ എ വുമൺസ് ഡിസയർ, ഫിയർ ആൻഡ് ആൻസൈറ്റീസ്. ഒരു പുരുഷന് ചെയ്യാനായിട്ട് കഴിയുന്നത് ഒരു സഹോദരിയുടെ അല്ലെങ്കിൽ ഒരു സ്ത്രീയുടെ അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിലെ സ്ത്രീകളുടെ വേദനകളുടെ മധ്യത്തിൽ അവരെ ഓണർ ചെയ്യാനായിട്ട് കഴിയുക എന്നുള്ളതാണ്. ഈ കുടുംബം കടന്നുപോയ സങ്കടകരമായ സാഹചര്യത്തിൽ കർത്താവ് ഇറങ്ങി വരികയാണ്. നമുക്കറിയാം, ഇവിടെ ഈ വേദഭാഗം നിങ്ങൾക്കറിയാവുന്നതായതുകൊണ്ട് യേശു ഉള്ളം നൊന്തിട്ട് കല്ലറയ്ക്കൽ എത്തുന്നു. അതൊരു ഗുഹയായിരുന്നു എന്ന് നമുക്കറിയാം. ആ ഗുഹയുടെ വാതിക്കൽ ചെന്ന സന്ദർഭത്തിൽ നമുക്കറിയാം അവിടെ കല്ല് വെച്ചത് കൊണ്ട് കല്ല് നീക്കുവാനായിട്ട് അവിടെ ആവശ്യപ്പെടുകയാണ്. യേശു പറഞ്ഞു, റിമൂവ് ദ സ്റ്റോൺസ്. ഈ കല്ല് മാറ്റുവാനായിട്ട് ആവശ്യപ്പെടുകയാണ്. യേശുവിനും അതുപോലെ തന്നെ ഈ മരിച്ചിരിക്കുന്ന വസ്തുവിനും ഇടയിൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്ന കല്ലുകൾ മാറ്റപ്പെടണം. ശ്രദ്ധിക്കുക, യേശുവിനും ഈ ബന്ധിക്കപ്പെട്ട് മരിച്ചിരിക്കുന്ന അല്ലെങ്കിൽ കെട്ടപ്പെട്ടിരിക്കുന്ന ഈ വസ്തുവിനും ഇടയിൽ നിൽക്കുന്ന എല്ലാ കല്ലുകളും മാറ്റുവാൻ കർത്താവ് ആവശ്യപ്പെടുകയാണ്. റിമൂവ് ദ സ്റ്റോൺസ്. ഇന്ന് പകൽക്കാലം ഈ പ്രാർത്ഥനയിൽ യു ഹാവ് ടു റിമൂവ് ദ സ്റ്റോൺസ് ഹിൻഡറിങ് ബിറ്റ്വീൻ യുവർ പ്രോബ്ലം ആൻഡ് ജീസസ്. യേശുവും നീയുമായിട്ടുള്ള പ്രശ്നത്തിന്റെ മധ്യത്തിൽ ഹിൻഡർ ചെയ്ത് വെച്ചിരിക്കുന്ന എല്ലാ സ്റ്റോണുകളും മാറ്റിയാൽ അടുത്ത കാര്യം അവിടെ പറയാനായിട്ടുള്ളത് ജീസസ് വർക്ക് വിത്ത് ഹിസ് വണ്ടർഫുൾ വേർഡ്സ്. അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് കർത്താവ് പറയുകയാണ്, നാറ്റം വെച്ചിരിക്കുന്ന ഈ 4 ദിവസമായിരിക്കുന്ന ഈ വിഷയത്തിന്റെ മധ്യത്തിൽ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് പറയുന്നുണ്ട്, ലാസറേ പുറത്തു വരിക എന്നുള്ളൊരു വാക്ക് പറയുകയാണ്. ശ്രദ്ധിക്കുക, ഇവിടെ മാർത്തയും ഒക്കെ പറയപ്പെടുന്നുണ്ട്, കർത്താവെ ഇപ്പോൾ തന്നെ ഇത് നാറ്റം വെച്ചിരിക്കുകയാണ്. അത് ഇപ്പോൾ തന്നെ ഇത് 4 ദിവസമായിരിക്കുകയാണ്. ഇപ്പോൾ തന്നെ ഇത് കെട്ടപ്പെട്ട അവസ്ഥയിൽ ആയിരിക്കുന്നതാണ്. യേശു പല അത്ഭുതങ്ങളും ചെയ്തിട്ടുണ്ട്. മരിച്ചവരെ ഇതിനു മുൻപിൽ 2 പ്രാവശ്യം കർത്താവ് ഉയർപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ഇതൊരു സ്പെസിഫിക് ഇൻസിഡന്റ് ആണ്. അതാണ് കർത്താവ് ചില ദിവസങ്ങൾ കഴിഞ്ഞിട്ട് വന്നത്. അതുകൊണ്ട് ഇവരെ കൂടെ ഈ അത്ഭുതകരമായിരിക്കുന്ന സംഭവത്തിന്റെ കൂട്ടിയോജിപ്പിക്കണമെന്ന് കർത്താവിന് ആഗ്രഹമുള്ളത് കൊണ്ട് ചില ദിവസങ്ങൾ താമസിച്ചിട്ട് വന്നപ്പോൾ ഇവർ പറയുന്നത് സ്റ്റിഞ്ചി, ഇത് വളരെയധികം നാറ്റം വെച്ചിരിക്കുന്നു. നാറ്റം വെച്ചു എന്ന് പറയപ്പെടുന്ന ഒരു വിഷയത്തിന്റെ മധ്യത്തിൽ നമ്മൾ ഒരിക്കലും മുന്നോട്ട് പോകത്തില്ല, പുറകോട്ടെ കാല് വെക്കത്തുള്ളൂ, ഇല്ലേ? നമ്മൾ ഒരിക്കലും നാറ്റം വെച്ച ഒരു പ്രശ്നത്തിന്റെ മധ്യത്തിൽ ഒരിക്കലും മുന്നോട്ട് കാല് വെക്കത്തില്ല. പക്ഷേ കർത്താവ് നാറ്റം വെച്ച അവസ്ഥകളിലും മുന്നോട്ട് കാല് വെക്കുന്നവനാണ്. ഇവര് പറയുകയാണ്, നാറ്റം വെച്ചു 4 ദിവസമായിട്ട്. ഇറ്റ് ഈസ് എ ഡീകമ്പോസ്ഡ് ബോഡി. ഇത് ഇനിയും ഉയർത്തെഴുന്നേൽക്കുവാൻ സാധ്യതയില്ലാത്ത ഒരു ബോഡി കൂടെയാണ്. കാരണം യഹൂദന്മാരുടെ പ്രമാണം അനുസരിച്ച് ഈ ആത്മാവ് അവിടെയൊക്കെ ചുറ്റിക്കറങ്ങാറുണ്ട് 3 ദിവസമെങ്കിലും. ഇത് ചില ദിവസങ്ങൾ കൂടെ കഴിഞ്ഞതിന് ശേഷമാണ്. അതുകൊണ്ട് ഡീകമ്പോസ്ഡ് ബോഡിയാണ്. ശ്രദ്ധിക്കുക, ഇവിടെ നിരാശയുടെ പദങ്ങൾ മാത്രമാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത്. Some of the saddest word in the English begins with the alphabet of D. ഇംഗ്ലീഷിലെ ചില പദങ്ങൾ ആരംഭിക്കുന്നത്, നിരാശയുടെ ചില പദങ്ങൾ ആരംഭിക്കുന്നത് ഡി എന്ന വാക്കുകളിലാണ്. ഡെത്ത്, ഡിസപ്പോയിൻമെന്റ്, ഡിസ്കറേജ്, ഡീകമ്പോസ്ഡ് ബോഡി, ഡെസ്പെയർ, ഇതെല്ലാം ആരംഭിക്കുന്നത് ഡി എന്നുള്ള കൺസെപ്റ്റ്. ഇവിടെയും they were in a disappointment. So it's a decomposed body. They were in a great doubt. ഇങ്ങനെയുള്ള പല സാഹചര്യങ്ങളാണ്. At the same time you have to think about that some of the beautiful words in the English alphabet begins with L. Love, life, live. ഇതെല്ലാം ആരംഭിക്കപ്പെടുന്നത് എൽ എന്ന പദത്തിലാണ്. യോഹന്നാന്റെ സുവിശേഷം പഠിക്കുകയാണെങ്കിൽ ഈ ഡൗട്ട്ഫുൾ ആയിരിക്കുന്ന ഈ കല്ലറയുടെ മുൻപിൽ നിൽക്കുന്നത് ആരാണെന്ന് അറിയാമോ? ലോകത്തെ സ്നേഹിച്ച മഹാസ്നേഹം, ഗോഡ് ഈസ് ലവ്, സ്നേഹത്തിന്റെ ഉറവിടമായിരിക്കുന്ന കർത്താവാണ്. ഈ കല്ലറയുടെ വാതിക്കൽ നിൽക്കുന്ന ആരാണെന്ന് അറിയാണോ? അവൻ മാത്രമാണ്. അവനിൽ ജീവൻ ഉണ്ടായിരുന്നു. ഇൻ ഹിം ഹാസ് ലൈഫ്. അവനിൽ ജീവൻ ഉണ്ടായിരുന്നു. ലൈഫ് എന്ന പദമാണ് ഇവിടെ നിൽക്കുന്നത്. ലവ് എന്ന പദമാണ് ഇവിടെ നിൽക്കുന്നതെങ്കിൽ ഇന്ന് പകൽക്കാലം ഏത് ഡൗട്ട് ആയിരിക്കുന്ന വിഷയത്തിന്റെ മേലും കർത്താവിടെ കൽപ്പിക്കുക,
വിളിക്കുകയാണ്, ലാസറേ പുറത്തു വരിക എന്നുള്ള പദത്തിന്റെ മധ്യത്തിൽ ഏത് അസാധ്യകരമായിരിക്കുന്ന വിഷയത്തിന്റെ മധ്യത്തിലും സ്വർഗത്തിലെ ദൈവത്തിന്റെ അത്ഭുതകരമായിരിക്കുന്ന വാക്കുകളുടെ മുൻപിൽ ലാസറേ പുറത്തു വരിക എന്നുള്ള പദത്തിന്റെ മധ്യത്തിൽ അതുവരെ കെട്ടപ്പെട്ട് കിടന്നിരുന്ന ആ വിഷയത്തിന്റെ മധ്യത്തിൽ, ആ കല്ലുകൊണ്ട് അടച്ചുവിട്ടിരുന്ന ആ വിഷയത്തിന്റെ മധ്യത്തിൽ, ആ ലോകത്തെ സ്നേഹിച്ച മഹാസ്നേഹത്തിന്റെ കാരണഭൂതനായിരിക്കുന്ന കർത്താവ് അവിടെ നിന്നുകൊണ്ട് പറയുകയാണ് പുറത്തു വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്ന് പകൽക്കാലം ഇനിയും പുറത്തു വരത്തില്ല എന്ന് പറഞ്ഞിരിക്കുന്ന പല വിഷയങ്ങളും അസാധ്യം എന്നും അസംഭവ്യമെന്നും ഇതിനപ്പുറത്തൊരു യാത്രയില്ലെന്നും പറയുന്ന പല വിഷയങ്ങളുടെയും മധ്യത്തിൽ ഇനി മുന്നോട്ട് പോകത്തില്ല എന്ന് കരുതുന്ന, എല്ലാം തീർന്നു, ഡീകമ്പോസ്ഡായി, ഡെഡായി, ഡൗട്ട്ഫുൾ ആയി, ഡിസപ്പോയിന്റ്മെന്റ് ആയി എന്ന് ഈ മാർത്തയും മറിയയും കരുതുന്ന പല വിഷയത്തിന്റെ മധ്യത്തിൽ യേശുവിന് പറയാനായിട്ടുള്ള, യേശുവിന്റെ വാക്കുണ്ടായാൽ ഏത് കെട്ടപ്പെട്ട അവസ്ഥകളെയും പുറത്തു കൊണ്ടുവരുവാൻ സ്വർഗത്തിലെ ദൈവത്തിന് കഴിയുമെന്ന് വിശ്വസിക്കുന്ന എത്ര പ്രിയപ്പെട്ടവരുണ്ട്? കാര്യങ്ങൾ തട്ടി ഇന്ന് പകൽക്കാലം ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. ഇന്ന് പകൽക്കാലം കർത്താവ് ഒരു വാക്ക് കൽപ്പിച്ചാൽ പുറത്തു വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഏത് നാറ്റം വെച്ച വിഷയത്തിന്റെ മധ്യത്തിലും പുറത്തു വരുവാനായിട്ട് നിരാശപ്പെട്ടിരിക്കുന്ന ചില വിഷയങ്ങളെ പുറത്തു കൊണ്ടുവരുവാൻ സ്വർഗത്തിലെ ദൈവത്തിന് കഴിയും എന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ ഇന്ന് പകൽക്കാലം പറയണം, കർത്താവ് പുറത്തു കൊണ്ടുവരുവാൻ ദൈവം ശക്തനാ. The wonder words of our Lord Jesus, യഹോവയുടെ ശബ്ദം മുഖാന്തരം എന്തെല്ലാം സംഭവിക്കുന്നു എന്ന് നമുക്ക് തിരുവചനത്തിൽ അറിയാം. അങ്ങനെയെങ്കിൽ ദൈവ ശബ്ദം ഈ പകൽക്കാലം ഇവിടെ മുഴങ്ങിയാൽ അനേക സംഭവങ്ങൾ ഈ പകൽക്കാലം തന്നെ ഇവിടെ സംഭവിക്കത്തക്ക രീതിയിൽ ദൈവത്തിന് കഴിയും. ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കുവാൻ തയ്യാറാകുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 11-ാമത്തെ അധ്യായം ആരംഭിക്കപ്പെടുന്നത് വലിയൊരു വേദനയോടുകൂടെയാണ്, വലിയൊരു നിരാശയോടുകൂടിയാണ്. ഒരു കുടുംബത്തിൻ്റെ ദുഃഖത്തിൻ്റെ ചരിത്രം വിവരിച്ചുകൊണ്ടാണ് 11-ാമത്തെ അധ്യായം ആരംഭിക്കപ്പെടുന്നത്. എന്നാൽ 12-ാമത്തെ അധ്യായം തുടങ്ങുമ്പോൾ അപമാനിക്കപ്പെട്ട ആ കുടുംബം ബഹുമാനിക്കപ്പെടുകയാണ്. ദുർഗന്ധം വമിച്ച ആ കല്ലറയിൽ 12-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ സുഗന്ധം ഉണ്ടാകുകയാണ്. പരിമള തൈലം അവിടെ പൂശുന്ന ചരിത്രമൊക്കെയുണ്ട്. അപ്പം ദുർഗന്ധം വമിച്ച പല വിഷയങ്ങളെയും സുഗന്ധമാക്കുവാനായിട്ട് കഴിയുന്ന സർവശക്തനായ ദൈവം 11-ാമത്തെ അധ്യായം ആരംഭിക്കപ്പെടുമ്പോൾ അതൊരു വിലാപ ഭവനമാണ്. എന്നാൽ 12-ാമത്തെ അധ്യായത്തിൽ അവരൊരു വലിയ വിരുന്നൊരുക്കി എന്നാ പറയുന്നത്. ഇന്ന് പകൽക്കാലം വിലാപ ഭവനങ്ങളെ വിരുന്ന് ഭവനങ്ങളാക്കി മാറ്റുവാൻ കഴിയുന്ന കർത്താവ്, അതുപോലെ തന്നെ ദുർഗന്ധം വമിച്ചിരിക്കുന്ന പല വിഷയങ്ങളുടെ മധ്യത്തിലും സുഗന്ധമാക്കുവാനായിട്ട് കഴിയുന്ന സർവശക്തനായ ദൈവം, അപമാനിക്കപ്പെട്ടു, സമൂഹത്തിൽ തള്ളപ്പെട്ടു എന്ന് കരുതിയ പല വിഷയങ്ങളുടെയും മധ്യത്തിൽ അത്ഭുതങ്ങളെ പ്രവർത്തിക്കാനായിട്ട് കഴിയുന്ന കർത്താവ്. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം ഞാൻ പറഞ്ഞുകൊള്ളട്ടെ, നോ ബോൺ ഈസ് ടു ട്രൈ. ഒരു എല്ലുകളും ഒരു അസ്ഥികളും ട്രൈ അല്ല. നോ ഗ്രീഫ് ഈസ് ടു ഡീപ്. ഒരു ദുഃഖവും ആഴമേറിയതല്ല. നോ സ്റ്റോൺ ഈസ് too heavy. എത്ര ശക്തമേറിയ കല്ലുകളും വലിയ കല്ലുകളല്ല. God has the power to resurrect. God can revive a heartbroken family. God can restore the life of the dry bones.